നമുക്ക് ഇ.പിയുടെ ഈ മാറി നടക്കൽ തൊട്ട് പരിശോധിക്കേണ്ടി വരും തോന്നുന്നു. 2023 ഫെബ്രുവരി 20-നാണ് എം.വി. ഗോവിന്ദൻ യാത്ര നടത്തിയ പാർട്ടി സെക്രട്ടറി ആയ ശേഷം യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹം വിട്ടുനിന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഒരു ഫെബ്രുവരി 19-ന് ഈ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കുന്നു. ആ ദൃശ്യങ്ങളടക്കം അന്ന് വാർത്തയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശോഭ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അന്ന് ശോഭയെ കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഈ മാർച്ച് അന്നെന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ വെച്ചാണ് അദ്ദേഹം വീണ്ടും ആ യാത്രയിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് എന്തിന് എന്ന് മാത്രമേ ഉള്ളൊരു അവ്യക്തമായി നിൽക്കുന്നു. അതായത് ഈ ദല്ലാൽ നന്ദകുമാർ പല രൂപത്തിൽ വെടിപൊട്ടിച്ചിട്ട് പല നേതാക്കൾക്കെതിരെ, ആദ്യം അനിൽ ആന്റണിക്കെതിരെ, പിന്നെ അതിനിടയ്ക്ക് പറഞ്ഞു പോകുന്നിടയിൽ ശോഭയ്ക്കൊന്ന് കൂട്ടുകൊടുക്കുന്നു. അങ്ങനെ ശോഭ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇ.പിയുടെ കാര്യം പുറത്തു വരുന്നത്. അങ്ങനെയാണല്ലോ ഇത് പുറത്തു വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കെ സുധാകരനാണ് ഞാനല്ല പോകുന്നത് ഇ.പി ആണ് എന്ന് പറഞ്ഞത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്.